ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഹനുമാൻ സ്വാമിക്കാണ്. കേരളത്തിലെ ഏക ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ നടന്നത് ത്രേതായുഗത്തിലായിരുന്നു. ശ്രീരാമസ്വാമി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ശ്രീരാമസ്വാമിയുടെ ആവശ്യപ്രകാരം വിഗ്രഹമെടുക്കാൻ പോയ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് അല്പം വൈകിയാണ് എത്തിയത്. ആയതിനാൽ ശ്രീരാമസ്വാമി തൻ്റെ കയ്യിൽ കിടന്ന പെരുവെള്ള ഊരി മുഹൂർത്തത്തിന് തന്നെ പ്രതിഷ്ഠാകർമ്മം നടത്തി. പ്രതിഷ്ഠാകർമ്മം നടന്നതിനു ശേഷം ഹനുമാൻ സ്വാമി വിഗ്രഹവുമായി എത്തി. മുഹൂർത്തം കഴിഞ്ഞതിനാലും പ്രതിഷ്ഠ നടത്തിയതിനാലും ഹനുമാൻ സ്വാമി അതീവ ദുഃഖിതനായി. ഇത് കണ്ട ശ്രീരാമസ്വാമി ഹനുമാനെ ആശ്വസിപ്പിച്ചു. അല്പം മാറി വിഗ്രഹം സ്ഥാപിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠ നടത്തിയത്. അതോടൊപ്പം ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ഹനുമാൻ സ്വാമി പ്രതിഷ്ഠ നടത്തിയ ഏക ക്ഷേത്രമാണിത്. ഇവിടുത്തെ തത്വദൈവം വള്ളി പരിണയ സുബ്രഹ്മണ്യനാണ്. പ്രതിഷ്ഠാകർമ്മ സമയത്ത് വെള്ളത്തിന് ആവശ്യമുണ്ടായിരുന്നു. ആയതിനാൽ ഹനുമാൻ സ്വാമി തൻ്റെ വാൽ നിലത്തടിച്ച് അവിടെ കുളം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പെരളശ്ശേരി ക്ഷേത്ര ദർശനത്തിന് ശേഷം മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും കൂടെ നടത്തണം. എന്നാൽ മാത്രമേ അവരുടെ ആ പ്രാർത്ഥന പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരളശ്ശേരിയിൽ നിന്നും അല്പം കൂടെ ഉള്ളിലോട്ട് മാറിയാണ്. മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. കാലപ്പഴക്കത്താൽ അതിവിശിഷ്ടമായ കൊത്തുപണികൾക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുനരുദ്ധാരണത്തിന് ഏറ്റവും വലിയ സഹായകമായത് പ്രസിദ്ധ കർണാടക സംഗീതജ്ഞനായ ശ്രീ ദക്ഷിണാമൂർത്തിയാണ്. പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ക്ഷേത്രത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകൾ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊന്നും ക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഐതിഹ്യങ്ങളും ഒന്നും അറിയാൻ പറ്റുന്നില്ല. ആയതിനാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഒന്നാമത്തെ കാരണം ഇത് അല്പം ഉള്ളിലോട്ട് മാറിയാണ് മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെയാണ് പ്രധാന കാരണവും. ശ്രീരാമസ്വാമിയുടെ തനതായ രൂപമായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹവും മർക്കടൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം മർക്കടകശ്ശേരി എന്നറിയപ്പെടുകയും പിന്നീട് മക്രേരി ക്ഷേത്രമായി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പുരാണ ശില്പചാതുര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മക്രേരി ക്ഷേത്രത്തിലെ ഒരുപാട് പഴക്കമുള്ള ആൽമരമാണിത്. ഇതിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. വലിയ മതിൽക്കെട്ടുകളും വിശാലമായ മുറ്റവുമുള്ള മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ മ്യൂസിയത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കരിയറിൽ ലഭിച്ചിട്ടുള്ള എല്ലാവിധ അവാർഡുകളുടെ ഒരു ശേഖരമുണ്ട്. എല്ലാ വർഷവും സ്വാമികൾ ഇവിടെ വന്ന് ഭഗവാന്റെ സന്നിധിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാറുമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ്. ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഹനുമാൻജി സ്വാമിക്ക് ഗദ സമർപ്പിക്കൽ. മലയാള മാസമായ മകരത്തിലെ തൈപ്പൂയം ഈ ക്ഷേത്രത്തിൽ ഉത്സവ ദിവസമായി ആഘോഷിക്കുന്നു. അതായത് ഫെബ്രുവരി മാർച്ച് മാസം. പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും ശ്രീ മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും കൂടെ നടത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് മറ്റു ഭക്തർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. എല്ലാവർക്കും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഒപ്പം ഹനുമാൻജി സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യം മയൂരവാഹം രുദ്രശസൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ.